ഇതൊരു ക്ലാസിക് കാറാണ്, എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ആദ്യ ഇന്ത്യൻ നിർമ്മിത കാറായ ഹിന്ദുസ്ഥാൻ 10 ഒന്ന് പരിചയപ്പെടാം. വളരെ സ്ലോപ്പായ മാതൃകയിലുള്ള ഡിക്കിയാണ് ഇതിനുള്ളത്. ഈ ഡിക്കി തുറന്ന് കഴിയുമ്പോൾ ഒരു ഹാഫ് ഡോർ തുറക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. ഇതിനുള്ളിലായി സ്പെയർ ടയർ ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് വന്നാൽ അരയന്നത്തിൻ്റെ രൂപത്തിലുള്ള ഫ്രണ്ട് മഡ്ഗാർഡുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ തല പോലെ ഉരുണ്ട രീതിയിലുള്ള വലിയ ഹെഡ്ലാമ്പും ഉറപ്പിച്ചിരിക്കുന്നു. പിൻ മഡ്ഗാർഡും ഏകദേശം ആ ഒരു രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇതിൻ്റെ ഫ്രണ്ട് ഡോറുകൾ പുറകിലേക്ക് തുറക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡാഷ്ബോർഡിലായി വലിയ 2 റൗണ്ട് മീറ്ററുകളും 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലുമാണുള്ളത്. പഴയ രീതിയിൽ നടുഭാഗത്താണ് മീറ്റർ കൺസോള് സ്ഥിതി ചെയ്യുന്നത്. പഴയ പുഷ് പുൾ സ്വിച്ചുകളും ഡാഷ്ബോർഡിൽ കാണാം. ഇതിൻ്റെ ബോണറ്റ് 2 സൈഡിൽ നിന്നും മധ്യഭാഗത്തേക്ക് തുറക്കുന്ന വിധമാണുള്ളത്. 1140 cc 1748 cc 4 സിലിണ്ടർ സൈഡ് വാൽവ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് ഉള്ളത്. 35 മുതൽ 37.2 bhp വരെയാണ് ഇതിൻ്റെ കരുത്ത്. ഈ എഞ്ചിൻ 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഡ്രൈവ് ലൈൻ്റെ രേഖാചിത്രമാണിത്. ഇത് എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇത് ഈ വാഹനത്തിൻ്റെ പഴയകാല പരസ്യ ചിത്രങ്ങളിലൊന്നാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കാർ എന്ന ഖ്യാതി ഈ വാഹനത്തിന് സ്വന്തമാണ്. മറ്റൊരു വിൻറ്റേജ് ക്ലാസിക് കാറുമായി നമുക്ക് വീണ്ടും കാണാം.